പ്രൈസ് ഗോഡ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സെമിനാറുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന തിയറികളൊക്കെ എനിക്ക് ബൈ ഹാർട്ട് കാണാതെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണ് നീ ഒരു പണി ചെയ്യ്. എൻ്റെ അടുത്ത സെമിനാർ നടക്കുന്നിടത്ത് എനിക്ക് പകരം നീ പൊക്കോ, ഞാൻ നിന്റെ ഡ്രൈവറായിട്ട് കൂടെ വന്നോളാം എന്ന് പറഞ്ഞു. കാര്യം അവര് ഐൻസ്റ്റീനെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി. അവിടെ ചെന്ന് പുള്ളി സക്സസ്ഫുള്ളായിട്ട് സെമിനാർ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രൊഫസർ എണ്ണീറ്റിട്ട് പറഞ്ഞു, ആ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഡ്രൈവർ അപ്പോഴേ കൂളായിട്ട് പറഞ്ഞു, ഇത്ര ചെറിയ കാര്യം നിങ്ങൾക്ക് ഇത്രയുമായിട്ട് മനസ്സിലായിട്ടില്ലേ, അതെൻ്റെ ഡ്രൈവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. കാര്യം അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് അത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെങ്കിൽ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ആരുടെ കൂടെ ആയിരിക്കുമോ സഹവസിക്കുന്നത്, എന്ത് കാര്യമായിരിക്കുമോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, അങ്ങനെ നമ്മളെ തന്നെ മാറ്റും. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന കൂട്ടുകെട്ടുകൾ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകൾ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ പ്രയോജനമുള്ളതായി മാറ്റാൻ എവർക്കും ഈ പറയുന്ന സാധനങ്ങൾക്കും ഒക്കെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആരുമായിട്ടാണ്, എന്തുമായിട്ടാണ് കണക്റ്റഡ് എന്ന് നോക്കണം. ലൂക്കോസ് 6:40 പറയുന്നുണ്ട്, അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെ ആകും. അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ഗുരുവിനെ പോലെ ആകുവാൻ നമ്മളെപ്പോഴും ആ വചനത്തിലൂടെ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ കിട്ടും. ഗോഡ് ബ്ലസ് യു.